بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 109 താഹ സൂറത്തിൽ നിന്നുള്ള 81-ാമത്തെ ആയത്ത് മുതൽ എടുക്കുന്നു. بسم الله الرحمن الرحيم كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى കുലു നിങ്ങൾ ഭക്ഷിക്കുക മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും നമ്മൾ നിങ്ങൾക്ക് തന്ന വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ഗൗ ഫീഹ് നിങ്ങൾ അതിര് കവിയരുത്. അങ്ങനെ അതിര് കവിഞ്ഞാൽ ഫയഹില്ല അലൈക്കും നിങ്ങളുടെ മേൽ ഇറങ്ങും ഗളബി എൻ്റെ ശിക്ഷ, എൻ്റെ കോപം. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ആരൊരുത്തൻ അവൻ്റെ മേൽ എൻ്റെ കോപം ഇറങ്ങിയിട്ടുണ്ടോ, വമൻ യഹ്ലിൽ ആർക്കെങ്കിലും അലൈഹി അവൻ്റെ മേൽ ഇറങ്ങിയിട്ടുണ്ടോ ഗളബി എൻ്റെ കോപം, ഫഖദ് ഹവ അപ്പോൾ അവൻ ആപത്തിൽപ്പെട്ടത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 81-ാമത്തെ ആയത്തിൽ പറയുന്നത് കുലൂ മിനൽ ഹലാൽ അല്ലദീ അൻഅംതു അലൈക്കും ബിഹി ഹലാലിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. അല്ലദീ അൻഅംതു അലൈക്കും ബിഹി ഈ ഹലാലായ വിശിഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്ക് നാം അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഹലാലിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വലാ യഹ്മിലന്നക്കും അലൽ ഇസ്യാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ എതിര് പ്രവർത്തിക്കരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അവനെതിരെ പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫെൻസിലു ബിക്കും അദാബി എൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങും. വമൻ യൻസിൽ അലൈഹി ഗളബി എൻ്റെ ശിക്ഷ ആർക്കെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഫഖദ് ഹലക വശഖിയ അവൻ നശിച്ചു, അവൻ പരാജിതനായിപ്പോയി. ആയതുകൊണ്ട് അത് നന്നായി സൂക്ഷിക്കണം. 82-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു വഇന്നീ ലഗഫാറുൻ ലിമൻ താബ് വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ വഇന്നീ തീർച്ചയായും ഞാൻ അല്ലാഹു പറയാണ്, തീർച്ചയായും ഞാൻ ലഗഫാറുൻ നല്ലവണ്ണം പൊറുക്കുന്നവനാണ്. ഗഫാർ എന്ന് പറഞ്ഞാൽ ഗഫൂർ പൊറുക്കുന്നവൻ, ഗഫാർ പൊറുക്കുക എന്ന ആ അർത്ഥത്തിനൊരു ഗാംഭീര്യമുണ്ട് ഗഫാർ എന്ന് പറയുമ്പോൾ. കാരണം മൻസിലത്തുൽ മുബാലഗയിൽപ്പെട്ട സീഗ പദമാണത്. അപ്പോൾ നല്ലവണ്ണം പൊറുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലോണം പുറത്തു കൊടുക്കും. ആർക്ക്? ലിമൻ താബ പശ്ചാത്തപിച്ചവർക്ക്, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ തൊട്ട് പശ്ചാത്തപിച്ചു മടങ്ങുക. അങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങിയ ആളുകൾക്ക് ഞാൻ നല്ലവണ്ണം പുറത്തു കൊടുക്കുന്നവനാണ്. വാമന അവൻ വിശ്വസിക്കുകയും വഅമില സാലിഹൻ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളാണ്. പശ്ചാത്തപിച്ചു, വിശ്വസിച്ചു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. സുമ്മഹത്തത പിന്നെ അവൻ ആ സന്മാർഗത്തിലായി നിലനിന്നു പോരാ. അതിൽ തന്നെ യാതൊരു തെറ്റും ചെയ്യാതെ കണ്ട് ഇസ്തഖാമ അലൽ ഹുദ സന്മാർഗത്തിലും ഈമാനിലും അവൻ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഞാൻ നല്ലോണം പുറത്തു കൊടുക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്.
പിന്നെ 83-ാമത്തെ ആയത്തിൽ പറയുന്നത് വമാ അഅ്ജലക ഖൗമിക യാ മൂസ. മൂസ നബി അലൈഹിസ്സലാമിനോട് തൂർ സീന പർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത് അള്ളാഹു അവിടെ വെച്ച് മുനാജാത്ത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, തൗറാത്ത് കൊടുക്കാനൊക്കെ. അപ്പോ അതിലുള്ള ഒരു രംഗമാണ് ഇനി വരാൻ പോകുന്നത്. അള്ളാഹ് ചോദിക്കുകയാണ്, മൂസ, നിന്റെ ജനങ്ങളെയും വിട്ട് നീ ധൃതിപ്പെട്ടു വന്നത് എന്താണ് കാരണം? വമാ ആഴ്ചലക്ക, നീ നിർത്തിപ്പെട്ടു വന്നത് എന്തെന്ന്? ഞാൻ കൗമിക്കാൻ നിന്റെ ജനങ്ങളെ വിട്ട്. യാ മൂസ, ഹരേ മൂസ, മൂസ നീ എന്തിനാണ് ഇത്രയും ധൃതിപ്പെട്ട് വന്നത്? അതിനുള്ള കാരണം എന്താണ്? മൂസ നബി പറയാണ്, അയ്യുഷയിൻ അജ്ജലബിക്കാൻ കൗമിക യാ മൂസ. മൂസ നബി അലൈഹിസ്സലാം മൂസ നബിയുടെ കൂടെയുള്ള ആളുകളെ വിട്ടിട്ട് ഒന്ന് തിരക്ക് കൂട്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞ സ്ഥലത്ത് വന്നു. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് കശാഫിൽ പറഞ്ഞിട്ടുണ്ട്. സമക്ഷരി മൂസ അലൈഹിസ്സലാം ആ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുമായിട്ട് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് എത്താൻ വേണ്ടി സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ അവരെയും വിട്ട് മൂസ നബി പോന്നു. അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് അള്ളാഹു പറഞ്ഞ സ്ഥലത്തേക്ക് പോന്നു. അതെന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് അള്ളാഹു ചോദിച്ചത്. അതിന് 84-ാമത്തെ ആയത്തിൽ മൂസ നബി പറയാണ്, കാല മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹും, എൻ്റെ കൂടെയുള്ള ആളുകള് അല അസരി, എൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. പടച്ചവനെ, എൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഞാൻ വജിൽത്തു, ധൃതിപ്പെട്ട് ഞാൻ ഇവിടെ വന്നു, ഇലയിക്കാൻ നിന്നിലേക്ക്, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇല്ല തറുത, നിന്റെ തൃപ്തി എനിക്ക് കൂടുതൽ ലഭ്യമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗത്തിൽ വന്നത്. അജിൽത്തു ഇലൽ മൗലയില്ലതി അമർത്തനി ബിൽ മജീലേഹി, ഏതൊരു സ്ഥലത്ത് വരാനാണോ അല്ലാഹുവേ നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അവിടേക്ക് ഞാൻ വേഗത്തിൽ വന്നു. എന്തിനു വേണ്ടി? തസ്ദാദ റിളാക്ക ബിമിന്നി, നിന്റെ റിള എനിക്ക് കൂടുതൽ കിട്ടണം എന്ന് വെച്ചുകൊണ്ട് എൻ്റെ തൃപ്തി, അള്ളാഹുവേ നിന്റെ തൃപ്തി എനിക്ക് കൂടുതൽ ലഭ്യമാവാൻ വേണ്ടിയിട്ടാണ്, ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ മൂസ നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് പറഞ്ഞത് എന്താ? ഹും ഉലായി അലാസിരി, അവരെന്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞത്, ഞാൻ വേഗത്തിൽ വന്നത് റബ്ബെ നിന്റെ നില കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ആ റോസാവും നുഖബാവും ഒക്കെ ആയ വിശിഷ്ട വ്യക്തികളുണ്ടല്ലോ, അവരെ എൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഞാനങ്ങോട്ട് പോകുന്നത്, അവരെക്കാൾ മുമ്പ് പോകുന്നത്, അത് നിന്റെ നില എനിക്ക് കിട്ടണം, അത് കൂടുതൽ നിന്റെ തൃപ്തി എനിക്ക് ലഭ്യമാവണം, അതിനു വേണ്ടിയാണ് എന്ന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, കാല, അള്ളാഹ് പറഞ്ഞു, കാല, അള്ളാഹ് പറഞ്ഞു, അപ്പോൾ തീർച്ചയായും നമ്മള് അത് ഫത്തന്ന കൗമക്ക, നിന്റെ കൗമിനെ, മൂസ നബിയോട് അള്ളാഹ് പറയാണ്, നിന്റെ കൗമിനെ, നിന്റെ ജനങ്ങളെ നാം പരീക്ഷണത്തിന് വിധേയമാക്കി. മിംബായതിക്ക, നീ ഇങ്ങ് പോന്നതിന് ശേഷം. എന്നാൽ അലല്ലഹുമു സാമിരിയു, സാമിരി അവരെ ആകെ പിഴപ്പിച്ചിട്ടുണ്ട്.
ഇബ്തലൈനാഹും അവരെ നാം പരീക്ഷിച്ചു ഇബാദത്തിൽ ഇജ്ലി പശുക്കുട്ടിക്ക് ആരാധിക്കൽ കൊണ്ട് മിംബാദിക് ദഹാബിക്ക നീ ഇങ്ങ് പോന്നതിന് ശേഷം. മിംബൈനിഹിം അവരുടെ അടുക്ക് നിന്ന് നീ ഇങ്ങോട്ട് പോന്നല്ലോ, ആ പോന്നതിന് ശേഷം നീ അവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഔക്കാഹുമുസ്സാമിരിയുഫിദ്ദലാല സാമിരി അവരെ പഴപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം ഇബാദത്തുൽ ഇജ്ൽ പശുക്കുട്ടിക്ക് ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ചില സൗകര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുത്തു. അത് കാരണമായിട്ട് അവർ പശുക്കുട്ടിക്ക് ആരാധിക്കാൻ തുടങ്ങി. അതിൽ അവർ പഴിച്ചുപോയി. എന്നാൽ ഈ സാമിരി എന്ന് പറയുന്ന കക്ഷി ആരായിരുന്നു? അവൻ ഒരു സാഹിറായിരുന്നു, മുനാഫിക്കുമായിരുന്നു. അവൻ പശുവിനെ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു. കാന സാഹിറൻ മുനാഫിഖൻ മിൻ ഖൗമി യഅ്ബുദൂനൽ ബഖറ പശുക്കുട്ടിക്ക് ആരാധിക്കുന്ന വകുപ്പിൽപ്പെട്ട ആളാണ് അവൻ. അങ്ങനെയുള്ള ഒരു മുനാഫിഖായിരുന്നു. അവരെ പഴപ്പിച്ചു. മുഫസ്സിറുകളിവിടെ പറയുന്ന കാര്യമുണ്ട്. കാന മൂസ അലൈഹിസ്സലാം ആയിരുന്നു ഹീന ജാ അദ്ദേഹം വന്നുലി മുനാജാത്തി റബ്ബിഹി അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചക്ക് നിശ്ചയിച്ച പോലെ അദ്ദേഹം വന്നു. അപ്പോൾ ഖദിസ്തഖറഫ അല ബനി ഇസ്രായേലിന്റെ അടുത്ത് അഹാഹു ഹാറൂൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബിയെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ബനി ഇസ്രായേലിനെ നിങ്ങൾ താഴത്തില്ല, അവരെ നോക്കി സംരക്ഷിക്കണം, അവരെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ ഉറച്ചു നിൽക്കണം. അതിനു വേണ്ടി ഉള്ള നിലപാടൊക്കെ സഹോദരനോട് പറഞ്ഞു പോന്നു. ഓഫി അസിനായി റൈബത്തി മൂസ നബി അലൈഹിസ്സലാം ഇങ്ങ് പോന്നതിന് ശേഷം ജമാഅ സാമിരി അൽ ഹുലി സാമിരി കുറെ സ്വർണം ബനി ഇസ്രായേലിൽ നിന്ന് മേടിച്ച കുറെ സ്വർണ്ണുണ്ട്. അതെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടി. ബനി ഇസ്രായേലിന്റെ ആളുകള് കിബിത്തികളിൽ നിന്ന് കടം മേടിച്ച കുറച്ച് സ്വർണ്ണുണ്ട്. അതെല്ലാം ഇവൻ കയ്യിലാക്കി. എന്നിട്ട് സുമ്മ സൊനായ മിൻഹ ഇജ്ലൻ ആ സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. അതിനെ തീയിലിട്ടിട്ട് അതെല്ലാം ചൂടാക്കിയല്ല, അത് ഉരുക്കി ഉണ്ടാക്കിയിട്ടൊരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. എന്നിട്ടോ വദഅഹുമില ഇബാദത്തിഹി അതിനെ ആരാധിച്ചോളെ എന്ന് പറഞ്ഞിട്ട് അവൻ അവരെ വിളിച്ചു പറഞ്ഞു, അവർക്ക് ഉത്ബോധനം നടത്തി. അപ്പോൾ അവരെ അത് ആരാധിക്കാൻ തുടങ്ങി. ഈ ഫിത്ന അവിടെ ഉണ്ടായത് മൂസ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് പുറപ്പെട്ടു പോന്നിട്ട് 20 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് അത് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ അവൻ അവരെ പഴപ്പിച്ചു. അങ്ങനെ പശുക്കുട്ടിക്ക് ആരാധിക്കൽ അങ്ങനെ ഉണ്ടായത്. ഇനി 86-ാമത്തെ ആയത്തിൽ മൂസ നബി അലൈഹിസ്സലാം വളരെ ദുഃഖിതനായിക്കൊണ്ട് വിഷമിച്ചുകൊണ്ടും ദേഷ്യത്തോടു കൂടി അവിടുന്ന് തിരിച്ചു വരുന്നതാണ് സന്ദർഭം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.